ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ പറഞ്ഞ റിവ്യൂവിന്റെ ബാക്കിയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയുടെ ഗർഭനാടകം പൊളിച്ച് ശിവാനി എങ്ങനെയാണ് ജയിലിലോട്ട് പോകുന്നത് എന്നുള്ള ആ സത്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ശിവാനിക്ക് സംശയം തോന്നുകയാണ്, എന്തുകൊണ്ട് നിധിയും ഗൗതവും തന്നെ അരികിലോട്ട് വന്നത്, താൻ അരികിലോട്ട് വന്നിട്ട് ഈ പ്രസാദം നെറ്റിയിൽ തൊടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമായിട്ടുണ്ട്, അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്ന് പറയട്ടോ. പിന്നീട് നിധിയുടെ അരികിലോട്ട് ശിവാനി ചെല്ലുന്നുണ്ട്. ശിവാനി ചെന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ശിവാനിയോട് മതിയടി, നിർത്തടി, നീ ഒരുപാട് ക്രൂരതകൾ ചെയ്തു, കാർത്തികനെ കൊണ്ടേ കെട്ടിയിട്ടു, അത് ഞാൻ കെട്ടിയിട്ട് നീ CKCയുടെ ഒപ്പം നടന്ന് കാർത്തികനോട് ക്രൂരത ചെയ്തു, എന്നിട്ടടക്കം നിന്നെ ഞാൻ വെറുതെ വിട്ടു, അമ്മാവന്റെ മകൾ എന്ന ആ പരിഗണന വെച്ച് മാത്രം ഇന്നല്ലെങ്കിൽ നാളെ നീ നേരാവുമെന്ന് കരുതി. എന്നാൽ ഇനി ശരിയാവില്ല. കാർത്തിക് എന്ന പാവം മനുഷ്യനെ നീ ഓരോ ദിവസം പറ്റിച്ചും കൊണ്ടിരിക്കാണ്. നിനക്ക് ഓരോ മാസവും പീരീഡ്സ് വരുമ്പോൾ നീ അതിനുവേണ്ട മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഓരോ ഗുളികകളും നീ പുറത്തോട്ടിട്ട അന്നേ മുതൽ നിന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. നിന്റെ സത്യങ്ങളൊക്കെ ഞാൻ പുറത്ത് അറിഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോടി, നിന്നോട് എനിക്ക് ഇപ്പൊ കൂടുതലായി പറയാനൊന്നുമില്ല, ഞാൻ ഗർഭിണി തന്നെയാണ്. നീ പലതും പറയുന്നുണ്ടല്ലോ, ഞാൻ ഗർഭിണിയായ അന്ന് മുതൽ നീ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത് എന്ന് ശിവാനി പറയാൻ കേട്ടോ. ഇതേ സമയം നിധി, എല്ലാ പ്രാവശ്യവും നീ എന്നെ പറ്റിച്ചു, എന്നാൽ ഇനി പ്രണവിന് മുന്നിൽ ഞാൻ എല്ലാം തുറന്നു പറയും, തെളിവോടുകൂടി പ്രണവിന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശിവാനിക്ക് ആകെ പേടിയാവണ്. പിന്നീട് ശിവാനി ഒന്നും നോക്കില്ല, ഡോക്ടറുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കാണ്, ഡോക്ടർ ചില കാര്യങ്ങൾ ഡോക്ടറോട് എനിക്ക് പറയാനുണ്ട്. ഇന്നലെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല, ആരും വന്നില്ല. അല്ല, നിധിയോ ഗൗതമോ അതുപോലെ പാറുവോ ആരെങ്കിലും? ഇല്ല, വന്നില്ല. എന്താന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, നമ്മുടെ കള്ളത്തരങ്ങൾ പിടികൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. എന്താ ഈ പറയുന്നത്? നീ വെറുതെ ഓരോന്ന് പറയില്ലേ. എന്റെ അടുത്ത് ആരും വന്നില്ല, നിന്നിൽ നിന്ന് എന്തെങ്കിലും സത്യം അറിഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ല, ഇന്നലെ ഡോക്ടർ അടുത്ത് ആരെങ്കിലും വന്നോ? ഇന്നലെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അതൊരു കാനഡയിൽ നിന്നോ അങ്ങനെ എവിടെ നിന്നോ കാനഡയിലോട്ട് പോവാണെന്നോ. അവരുടെ ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്, CCTV ദൃശ്യം ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? തീർച്ചയായും, അതിനെന്താ എന്ന് ഈ ഡോക്ടർ പറയട്ടോ. പിന്നീട് ലാപ്പ് ഓണാക്കി CCTV ദൃശ്യം കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്ത ഉടനെ തന്നെ നിധിയാണെന്ന് ഒരൊറ്റ നോട്ടത്തിൽ ശിവാനിക്ക് മനസ്സിലാവാണ്. വേഷം മാറി നിധി വന്ന് തന്നെ പറ്റിച്ചിരിക്കാനെന്നുള്ള സത്യം മനസ്സിലാവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ശിവാനി ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഡോക്ടറോട് പറയണേ, ഇത് നിധിയാണ്. അയ്യോ, കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ. എന്താ ഡോക്ടർ? അവള് ഇന്നലെ എന്നോട് വന്നിട്ട് പറഞ്ഞത് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ സമാധാനമില്ല, അവൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വേണം പ്രഗ്നൻസിയുടെ എന്നാണ് പറഞ്ഞത്. അയ്യോ, എന്നാ ഡോക്ടറെ കുരുക്കിയിരിക്കുന്നു. എന്താ നീ പറഞ്ഞ ശിവാനി? നിനക്കൊപ്പം നിന്ന് എനിക്ക് എൻ്റെ ഡോക്ടർ ജോലി നഷ്ടപ്പെടുമോ? തീർച്ചയായും ലൈസൻസ് കട്ടാവുന്ന പണിയാണ് അവൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതെങ്ങനെ എന്ന് ഡോക്ടർ ചോദിക്കും. അവൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഒരു കളർ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണെന്നുള്ളത് തെളിയിക്കാൻ അവൾക്ക് കഴിയും. ഇനി എന്ത് ചെയ്യും? വഴിയുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നും പറഞ്ഞ് തൻ്റെ വീട്ടിലോട്ട് ശിവാനി തിരിക്കാനിട്ടോ. ഡോക്ടറുടെ മനസ്സമാധാനം പോയി. എന്നാൽ ഈ സമയം ശിവാനി മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നിധിയാണെങ്കിലും പാറുവിനോട് പറയണേ, അമ്മേ, ഞാൻ എന്തായാലും അമ്മക്ക് മുന്നിൽ ഒരു പ്രാവശ്യം ഈ പറയുന്ന ശിവാനി ഗർഭിണിയല്ലെന്ന് സത്യം തെളിയിക്കാം. മതി നിധി, നിർത്ത് എന്ന് പാറു അപ്പോഴേക്കും പറയാനിട്ടോ. ഇനി നീ അതിനെക്കുറിച്ച് ഒരു കാര്യവും പറയണ്ട. അപ്പൊ പ്രണവ് അങ്ങോട്ടേക്ക് കയറി വരാണ് കേട്ടാ. ഏട്ടാ, ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ അവര് തിരികെ വന്നത് കൊണ്ട് തന്നെ പ്രണവ് ഒരുപാട് സന്തോഷവാനാണ്. ഏട്ടാ, ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ ചേച്ചിയെ വിളിക്കാണ്. എടാ, നിന്റെ നേരത്തെ കഴിഞ്ഞു അങ്ങനെ അവര് സംസാരിക്കുന്നത് ശിവാനി ഇങ്ങനെ കാണാണ്. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പിന്നീട് എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണമെന്ന് ചിന്തിക്കാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് നിധി മുകളിലോട്ട് കയറി പോവാണ് കേട്ടോ. പിന്നീട് നിധി റൂമിൽ ചെന്നിട്ട് ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കാണ്. അപ്പൊ നിധിയുടെ അരികിലോട്ട് ശിവാനി മനഃപൂർവ്വം ചെല്ലുന്നു. ഇവര് താഴെ നിന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട്, എന്തിനാ നീ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്? നിനക്ക് എന്നെ കുരുക്കണല്ലേ? എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് നിനക്ക് പറയണല്ലേ എല്ലാവരോടും? അത് നീ അറിയിക്കണല്ലേ? ഞാൻ വെച്ച് കെട്ടിയിരിക്കുന്ന പേടാണെന്ന് നിനക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി ആകെ ഞെട്ടാണ് കേട്ടോ. താൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവനെന്താ തൻ്റെ മുന്നിൽ ഏറ്റു പറയുന്നത് എന്ന ഭാവത്തിൽ. അപ്പോൾ ഉടൻ തന്നെ, എടി, എന്തിനാടി നീ ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നു? നിനക്ക് നല്ലപോലെ പ്രണവുമായി നല്ലപോലെ ജീവിച്ചൂടെ? നീ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എന്നെ കാണിക്കല്ലേ നിധി, ഞാനൊരു ഗർഭിണിയാണ്, എന്നെ കാണിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു, ഞാനൊരു ഗർഭിണിയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോഴേക്കും പാറുവും ഗൗതമും പ്രണവൊക്കെ താഴെ നിന്നും, ശിവാനി എന്താ നിധി, എന്നെ കാണിക്കല്ലേ, എന്നെ ഇങ്ങനെ വലിക്കല്ലേ, എന്നെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പോഴേക്കും വസുന്ധര താഴോട്ട് ഓടി വരികയാണ്. എന്തിനാ ശിവാനിക്ക് അറിയില്ല എന്ന് പാറു പറയാം. അപ്പോഴേക്കും
പ്രണവ് എന്താ ശിവാനി എന്ന് ചോദിക്കുമ്പോഴേക്കും നിധി പിറകെ ഓടാനിട്ട് എന്തിനാ ശിവാനി നീ ഇങ്ങനെ കാണിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റെയറിൽ നിന്ന് ശിവാനി അങ്ങ് ഉരുണ്ട് വീഴാനിട്ടോ. അതോടുകൂടി ഇവരെല്ലാവരും കാണുന്ന കാഴ്ച നിധി മുകളിൽ നിൽക്കുന്നു, ശിവാനി താഴെ വീണ് കിടക്കുന്നിരിക്കുന്നു. ശിവാനി പറയണ നിധി നീ എന്തിനാ എന്നെ ഉന്തിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശിവാനിയുടെ ബോധമൊക്കെ പോയിരിക്കാണ്. ഇതേ സമയം ശിവാനിയുടെ നെറ്റി പൊട്ടാണ്. ഈ സമയം എല്ലാവരും നോക്കുന്നത് നിധിയാണ്. അപ്പൊ പാറു ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം നിധി ഓടി വരികയാണ്. ചോര കാണുമ്പോൾ ശിവാനി എന്ന് പറയുമ്പോൾ പാറു ഉടൻ തന്നെ ചോദിക്കുകയാണ് എന്താ നിധി നീ കാണിച്ചത്? അമ്മ ഞാനൊന്നും കാണിച്ചില്ല. അപ്പോഴേക്കും പ്രണവ് ഏട്ടത്തി എന്നാൽ ഇത്ര വേണ്ടായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴേക്കും വസുന്ധര നിനക്ക് ഇത്ര ബോധമില്ലേ, ഒരു ഗർഭിണിയായ പെണ്ണിനെ സ്റ്റെയറിൽ നിന്ന് നീ എന്തിന് തള്ളി താഴെ ഇട്ടു എന്നുള്ള ചോദ്യമായിട്ടോ. അപ്പോഴേക്കും ഗൗതം പറയുന്ന കുറ്റപ്പെടുത്തൽ പിന്നെ ആവാം, എന്തായാലും ഇവളെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്തോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇതേ സമയം ഇപ്പുറത്ത് പ്രണവ് പൊട്ടി കരയണേ, അമ്മേ എൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടമാവും എന്നൊരു തോന്നൽ എന്നിനുള്ളിൽ വരുന്നു. എടാ മോനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, നീ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോഴേക്കും വസുന്ധര ഈശ്വരമംഗലത്തെ അവകാശികളെ നഷ്ടപ്പെടുമോ, ഇവൾ ഒരുത്തി കാരണമാണ് ഇതൊക്കെ വന്നത് എന്ന് പറഞ്ഞ് അവിടെയും വെച്ച് നിധിയെ വേദനിപ്പിക്കാനായിട്ട്. അപ്പൊ ഗൗതമിന് താങ്ങില്ല. എന്തിനാ നിങ്ങൾ എപ്പോഴും എൻ്റെ ഭാര്യ നിധിയുടെ നേർക്കെടുക്കുന്നത്? പിന്നെ നിന്റെ ഭാര്യയല്ലേ അവളെ സ്റ്റേറിൽ നിന്ന് തള്ളി താഴെയിട്ടത്? അത് കേട്ട ഉടൻ തന്നെ ഗൗതമിന്റെ മുന്നിൽ വെച്ച് പ്രണവ് ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശിവാനി ബോധമുണരുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ എന്താ നീ കാണിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ശിവാനിയോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇത് ഞാൻ നടത്തിയ നാടകമാണ്, ഞാൻ സ്റ്റെയറിൽ നിന്ന് മനഃപൂർവ്വം വീണതാണ്, എന്തിനു വേണ്ടി കുട്ടി എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇതിൽ നിന്നും എനിക്കൊരു മോചനം വേണം. ഈ ഗർഭം ഇല്ലാത്ത ഗർഭവുമായി മുന്നോട്ട് പോവാൻ അധികം കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെ. ഡോക്ടറും കുടുങ്ങും ഞാനും കുടുങ്ങും. എന്താ നീ പറഞ്ഞ? അതെ ഞാനും കുടുങ്ങും ഡോക്ടറും കുടുങ്ങും. ഇന്നലെ നിധി ഇവിടെ വന്നു എന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഗർഭത്തിന് ഇവിടെ വിരാമമിടാം. ഡോക്ടർ ചെന്നിട്ട് എനിക്ക് അബോഷനായിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തു. എന്താ ഈ പറയുന്നത്? അതെ ഈ ഗർഭമില്ല എന്ന് വെളിപ്പെടുത്തു, എൻ്റെ ഗർഭം പോയിരിക്കുന്നു എന്ന് ഡോക്ടർ പറയൂ. ഇതോടുകൂടി നിധി അവിടെ കുറ്റക്കാരിയാവും. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണവും പോവില്ല, അവൾ കുറ്റക്കാരി എല്ലാവർക്കും മുന്നിലാവുകയും ചെയ്യും എന്ന് പറയട്ടെ. അപ്പൊ ഡോക്ടർ ഈ ആള് കൊള്ളാമല്ലോ, നല്ല ഐഡിയ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്യുന്നു, നേരെ ചെന്നിട്ട് പുറത്തോട്ട് കിടക്കാണ്. അപ്പോഴേക്കും പ്രണവ് ഡോക്ടർ എന്താണ് എൻ്റെ ശിവാനിയുടെ വിവരം, ശിവാനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ശിവാനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ സോറി എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പാറു എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ അത് കൈവിട്ടു പോയി എന്ന് പറയണേ. എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അവളെ രക്ഷിക്കാൻ നോക്കി, പക്ഷേ ഈശ്വരൻ കൈവിട്ടു എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടനെ എന്താ എൻ്റെ ശിവാനിക്ക് സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിച്ച ഉടനെ തന്നെ ഡോക്ടർ പറയണ ശിവാനിയുടെ കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നു പ്രണവ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നതിനോട് കൂടി പ്രണവ് ഇങ്ങനെ പൊട്ടി കരയാനായിട്ടോ. ആ വീഴ്ചയിൽ ശിവാനിക്ക് 2 കുഞ്ഞും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് കേൾക്കുന്നതിനോട് കൂടി പ്രണവ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നിധിയുടെ നേർക്കങ്ങ് ചെല്ലാണ്. എന്നിട്ട് നിധിയോട് പറയും എന്നാലും എൻ്റെ ഏട്ടത്തി, നിങ്ങളെ ഞാൻ ഏട്ടത്തിയായിട്ടല്ലേ എന്നും കണ്ടിട്ടുള്ളൂ. നിങ്ങളും ഏട്ടനും വീട് വിട്ടിറങ്ങിയപ്പോൾ ഒരുപാട് വേദനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിങ്ങളെ തിരികെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സിന് എത്രമാത്രം സന്തോഷം എന്നിലുണ്ടായി എന്നറിയോ. എന്നിട്ട് നിങ്ങൾ തന്ന ശിക്ഷ എനിക്കെന്താണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ഇത്രയും വൃത്തികെട്ട ഒരു ഏട്ടത്തിയാണ് എനിക്കുണ്ടായതെന്ന് ഞാൻ അറിഞ്ഞില്ല. ശിവാനിയോട് ഇത്രയും വൈരാഗ്യം വേണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു ശിവാനിയുടെ വയറ്റിൽ. അപ്പോഴേക്കും വസുന്ധര എന്താടാ പ്രണവ് നീ അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, അവളുടെ കരണക്കുറ്റി നോക്കി കൊടുക്ക്, അവളെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്ക്. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട് അയ്യോ ഞാനല്ല ചെയ്തത്, ഞാനൊന്ന് പറയട്ടെ, മനഃപൂർവ്വം ഇനിയും അവൾ ശിവാനിയെ കുറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ സംസാരിക്കാനായിട്ടോ. ഇതേ സമയം ഡോക്ടറാണെങ്കിൽ തൻ്റെ മേലിൽ നിന്നും കുറ്റം പെട്ടെന്ന് പോകണല്ലോ. അതുകൊണ്ട് ഡോക്ടർ പറയണേ എന്നാലും നിധി ഇത്രയും ക്രൂരത ഒരാളോട് കാണിക്കാൻ പാടില്ല. ഒരു ഗർഭിണിയായ പെണ്ണിനെ സ്റ്റെയറിൽ നിന്നൊക്കെ തള്ളിയിടുക എന്ന് പറയുന്നത് അത് തീരെ ശരിയല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. നിധി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ കിടുക്കൻ രംഗമുണ്ട്. അതോടുകൂടി കാർത്തികിന് ഇനി ശിവാനിയെ ഒഴിവാക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ നാളെ ഇതിന്റെ ബാക്കി റിവ്യൂ ഇടാം കേട്ടോ.